ഹലോ, ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കൃത സോഫ്റ്റ്വെയറിലെ ബ്രഷ് പാലറ്റ് എങ്ങനെയാണത് അറേഞ്ച് ചെയ്യുന്നത്, ബ്രഷ് പ്രീസെറ്റുകളെ അറേഞ്ച് ചെയ്യുന്നത്. ഏതാണ് ബ്രഷ് പ്രീസെറ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്? നമ്മൾ ബ്രഷ് സെലക്ട് ചെയ്തേക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരാൾ വരും. നിങ്ങൾ ഇതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ടൂളും അങ്ങനെ മാറി മാറി നിങ്ങൾക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണിത്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, നിങ്ങൾ ഇപ്പം നിങ്ങളുടെ ഒരു സ്കെച്ച് പേനയായി എറേസർ ടൂൾ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് എറേസറായി നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2-3-4 ബ്രഷുകൾ നിങ്ങൾക്ക് അങ്ങനെ സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്, അതിന് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനൊക്കെ കഴിയുമോ എന്നുള്ളതാണ്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രീസെറ്റുകളൊക്കെ അവിടെ ലോഡായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ താഴെയായിട്ട് കാണാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ബ്ലോക്ക്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ളതൊക്കെ ബ്ലോക്ക് ബ്രഷസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ബ്ലോക്കിംഗ് ടൈം ആണെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ഓരോ ബ്രഷ് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ബ്ലോക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നൈഫൊക്കെ ഇവിടെ ഉണ്ട്, കളറുകളൊക്കെ വലിക്കാനും തിരിക്കാനൊക്കെ ഇവിടെ ഉണ്ട്. ഇനി അടുത്തൊരു ഓപ്ഷൻ സർക്കിൾ. അപ്പോൾ സർക്കിളായിട്ടുള്ള ബ്രഷുകൾ നിങ്ങൾക്ക് കാണാം. സർക്കിളായിട്ടുള്ള അതിൻ്റെ നിബിൻ്റെ ഷേപ്പ് സർക്കിളാണ്. ഇനി മറ്റൊന്ന് എറേസേഴ്സ്. അപ്പോൾ കംപ്ലീറ്റ് എറേസേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എറേസേഴ്സ് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് എറേസേഴ്സ് നിർമ്മിക്കുകയും ചെയ്യാവുന്നതാണ്. മറ്റൊന്ന് എഫക്ട്സ് ബ്രഷുകളാണ്. എഫക്ട്സ് ബ്രഷുകൾ വളരെയധികം പെക്യുലർ ആയിട്ടുള്ള ചില എന്താ പറയുക സ്വഭാവങ്ങളോടുകൂടി വരുന്നതാണ്. നിങ്ങൾക്ക് ഓരോ സന്ദർഭങ്ങളിലും ഓരോന്നിനെ നിങ്ങൾക്ക് പരിചയപ്പെടാവുന്നതാണ്. ഓക്കെ, ഞാനതിലേക്ക് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അതിൻ്റെ സ്വഭാവമൊക്കെ മാറി മാറി വരുന്നതിലാണ് പല രൂപത്തിലുള്ള ബ്രഷ് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇങ്ക് ബ്രഷ് എടുത്തു കഴിഞ്ഞാൽ ഇങ്കായിട്ട് നമ്മൾ ഇങ്ക് ചെയ്യുന്ന ടൂളുകൾ നിങ്ങൾക്ക് കാണാം. കളർ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം, അതും അതിൻ്റെ മെയിൻ പാർട്ടാണ്. വെറ്റ് ബ്രഷുകളും സ്മഡ്ജ് ബ്രഷുകളൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുക. നമുക്കിതിൽ വേണ്ടത് ഫേവറേറ്റ് പ്രീസെറ്റ്സ്. നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ടൂളുകളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതെങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രഷ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കേ എന്ന് വേണ്ട ഏത് ടൂളാണെങ്കിലും നമ്മുടെ ബ്രഷ് എടുക്കുമ്പോഴാണ് ബ്രഷ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ബ്രഷിന് തൊട്ടടുത്തായിട്ട് ചൂസ് ബ്രഷ് പ്രീസെറ്റ് എന്ന് കാണാം. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് അവിടെ ഫേവറേറ്റ് ബ്രഷസ് എന്ന് പറയുന്ന ഒരാളെ കാണാം. ഓക്കെ, ഫേവറേറ്റ് ബ്രഷസ്. ഇതിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റിമൂവ് ഫ്രം ദിസ് ടാഗ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആളുകളൊക്കെ ഇതിൽ നിന്ന് ഒഴിവാക്കാവുന്നതാണ്. ഒരുപാട് ആളുകൾ തിരക്കുണ്ടെങ്കിൽ എനിക്ക് ഇതിൽ ആരെയും വേണ്ട, ഞാൻ കംപ്ലീറ്റ് എല്ലാം കൂടി ഒരുമിച്ച് ആഡ് ചെയ്ത് വെക്കണമെന്നില്ല. നമുക്ക് ഓരോന്നോരോന്ന് ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഫേവറേറ്റ് പ്രീസെറ്റ്സിൽ ആരുമില്ല, കാര്യമാണ്. നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, കണ്ടോ ഫേവറേറ്റ് പ്രീസെറ്റ് ഒന്നുമില്ല, അത് വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്കതിലെങ്ങനെ ബ്രഷ് ആഡ് ചെയ്യാം? നമ്മുടെ ബ്രഷ് പ്രീസെറ്റ്സ് വിൻഡോ ലോക്കറിലേക്ക് വരിക. നമുക്ക് ആഡ് ചെയ്യേണ്ട ഒരു ബ്രഷ്, ഓക്കെ, നമുക്ക് ഈ ബ്രഷ് ഇത് വേണോ, നമുക്ക് ഇത് വേണോ, നമ്മളങ്ങനെ നമ്മുടെ ബ്രഷ് ഏതാണോ നമുക്കത് കണ്ടുപിടിച്ചതിന് ശേഷം അപ്പോൾ ഞാൻ ആദ്യം എനിക്ക് ഈ ബ്രഷ് വളരെ ഇഷ്ടമുള്ളൊരു ബ്രഷാണ്, അത് എനിക്ക് പ്രീസെറ്റിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അസൈൻ ടു ടാഗ് ഫേവറേറ്റ് പ്രീസെറ്റ്സ്. ഓക്കെ, ഇനി നമ്മളിവിടെ തുറന്ന് ഫേവറേറ്റ് പ്രീസെറ്റ്സിൽ നമ്മുടെ ബ്രഷ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേവറേറ്റ് ബ്രഷ് അവിടെയും വന്നിട്ടുണ്ട്. ഇനി അടുത്ത ഇയാളെയും എനിക്ക് വളരെ ഇഷ്ടമാണ്, അസൈൻ ടു ടാഗ് ഫേവറേറ്റ് പ്രീസെറ്റ്. അതുപോലെ തന്നെ ഓക്കെ, ഈ ബ്രഷ് എനിക്ക് ആവശ്യം വരാറുണ്ട്, ഫേവറേറ്റ് പ്രീസെറ്റ്സ്. ഈ ബ്രഷ് ഫേവറേറ്റ് പ്രീസെറ്റ്സ്. അതുപോലെ തന്നെ എറേസർ നിങ്ങൾക്ക് ചിലപ്പോൾ ആവശ്യം വന്നേക്കാം. 2 ടൈപ്പ് എറേസർ, ഈ എറേസറും നിങ്ങൾക്ക് ആവശ്യം. അതൊക്കെ ഇവിടെ ലൈവായിട്ട് ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ബാക്കിയുള്ള നമുക്ക് അത്യാവശ്യം വരുന്ന ചില പെയിൻറ്റിങ്ങുകൾ നമുക്ക് ചില പ്രത്യേക ബ്രഷുകൾ തന്നെ നിരന്തരമായി ആവശ്യം വരും. അപ്പോൾ നമുക്ക് അത് ആഡ് ചെയ്ത് തരാം. അല്ലാണ്ട് ഒരുപാട് നിങ്ങൾ ആഡ് ചെയ്തിടണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ആ രൂപത്തിലാണ് നമ്മുടെ ബ്രഷ് പ്രീസെറ്റുകൾ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മറ്റുള്ളവയും സെലക്ട് ചെയ്യാവുന്നതാണ്.
അപ്പോൾ അത് നിങ്ങളുടെ പെയിൻറ്റിങ് പ്രോസസ്സിനെ എളുപ്പമാക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കളർ ചെയ്യുന്നതൊക്കെ ഒരു സോഫ്റ്റ് എഡ്ജ് ബ്രഷാണ്. പക്ഷേ ഞാനത് അടിച്ച് എറേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ എറേസറും സോഫ്റ്റ് എഡ്ജ് ആയിട്ടാണ് വരുന്നത്. എനിക്ക് ഹാർഡ് എഡ്ജ് ആയിട്ടുള്ളൊരു എറേസർ വേണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഹാർഡ് എഡ്ജ് എറേസർ ഏതാണോ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ ഒരാളെ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല, അപ്പോൾ അയാൾ ആഡ് ചെയ്യാം. സെൻഡ് പ്രീസെറ്റ്. അപ്പോൾ ഇപ്പം എൻ്റെ കയ്യിൽ ഞാൻ ബ്രഷ് ഓക്കെ, ഈ ബ്രഷ് സെലക്ട് ചെയ്ത് ഞാൻ വരയ്ക്കുകയാണ്. എനിക്ക് ഹാർഡ് എഡ്ജായിട്ടുള്ള ഒരു എറേസർ വേണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, നമ്മുടെ എറേസർ സെലക്ട് ചെയ്യുന്നു, നിങ്ങൾക്ക് കാണാം ഹാർഡ് എഡ്ജായിട്ടുള്ള ഒരാൾ വന്നു. വീണ്ടും നമുക്ക് പഴയ ബ്രഷ് വേണം, ബ്രഷ് സെലക്ട് ചെയ്തു നമ്മൾ വരക്കുന്നു. സോ അതാണ് ബ്രഷ് പ്രീസെറ്റുകൾ നമ്മൾ ഇങ്ങനെ തരം തിരിച്ചു നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കഴിഞ്ഞാലുള്ളൊരു ഉപകാരം. സോ അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി വീഡിയോകൾ ഷെയർ ചെയ്യുമല്ലോ. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എൻ്റെ FB പേജിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾ FB പേജും ലൈക്ക് ചെയ്യുമല്ലോ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ